നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ഏഞ്ചൽ ഡി മരിയ നിലവിൽ അർജന്റീന ദേശീയ ടീമിനോടൊപ്പം അമേരിക്കയിലാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബം അർജന്റീനയിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഡി മരിയക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നേരെ വധഭീഷണി ഉയരുകയായിരുന്നു. ഒരു കാറിൽ വന്ന കുറച്ചു പേർ ഭീഷണി എഴുതിയ ഒരു പേപ്പർ താരത്തിന്റെ കുടുംബത്തിന് നേരെ വലിച്ചെറിയുകയായിരുന്നു. ഡി മരിയയോട് റൊസാരിയയിലേക്ക് മടങ്ങി വരരുതെന്ന് പറയണമെന്നും വന്നാൽ തങ്ങൾ തീർക്കും എന്നുമായിരുന്നു ആ ഭീഷണിയിൽ ഉണ്ടായിരുന്നത്. റൊസാരിയോയിലെ ഗവർണർക്ക് പോലും ഡി മരിയയെ രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്നും ഈയൊരു ഭീഷണിക്കുറിപ്പിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അർജന്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഡിമരിയ ഇപ്പോൾ ഓക്കെയാണ്. നാളത്തെ മത്സരത്തിൽ കളിക്കാൻ അദ്ദേഹം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഡിമരിയയോട് നേരിട്ട് സംസാരിച്ചു എന്നൊക്കെയാണ് സ്കലോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഡിമരിയയുമായി സംസാരിച്ചിട്ടുണ്ട്. നാളത്തെ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹം റെഡിയായി കഴിഞ്ഞു. മത്സരത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ല. അദ്ദേഹം ഇപ്പോൾ ശാന്തനാണ്, കുഴപ്പങ്ങൾ ഒന്നുമില്ല. അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാവിധ പിന്തുണയും ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം കളിക്കുമ്പോൾ അദ്ദേഹം കൂടുതലായിട്ട് റിലാക്സ് ആവും എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായും ഞാൻ ഇപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. ഇതാണ് അർജന്റീനയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് വ്യക്തമല്ല. റൊസാരിയോയെ ബാധിച്ചിരിക്കുന്ന ഡ്രഗ്സ് വിപത്തിനെതിരെ ഇദ്ദേഹം നേരത്തെ പ്രതികരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടവരാണോ എന്നുള്ളത് സംശയിക്കപ്പെടുന്നുണ്ട്. ഏതായാലും നേരത്തെ ലയണൽ മെസ്സിക്കും അർജന്റീനയിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഭീഷണികൾ ലഭിച്ചിരുന്നു. അതായത് ലയണൽ മെസ്സിയുടെ ഭാര്യയായ അന്റോനെല്ലയുടെ കുടുംബത്തിന്റെ സ്ഥാപനങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.